ഹലോ, എന്തല്ല ക്രിസ്മസ് പരീക്ഷ തൊട്ടടുത്ത് എത്തിയില്ലേ? ഇപ്പൊ ടെൻഷൻ ആയിട്ടുണ്ടാവും, പേടിക്കേണ്ട, കൂടെ തന്നെയുണ്ട്. കെമിസ്ട്രി നമുക്ക് ഉഷാറാക്കണം. അപ്പൊ ചോദ്യം പിടിച്ചോളൂ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അറ്റോമിക് നമ്പർ 26 ആയിട്ടുള്ള അയൺ എന്ന് പറയുന്ന ഒരു ആറ്റം ഉണ്ട്. അവന്താ 3 ഇലക്ട്രോണിന്റെ വിട്ടുകൊടുത്ത് Fe3+ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആദ്യം ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ആറ്റത്തിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതി നോക്കുക. 1s2 2s2 2p6 3s2 3p6 3d6 4s2 3d6. ഇതാണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ് ഓൾറെഡി പഠിപ്പിച്ചിട്ടുള്ള ലൈവ് ക്ലാസ്സിന്റെ വീഡിയോ അവിടെ ഉണ്ട്. അത് പോയി കണ്ട് കിടിലനായിട്ട് പഠിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ വന്നേക്കാം. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് Fe3+ അയോൺ ആണല്ലേ. എന്ന് പറഞ്ഞാൽ 3 പോസിറ്റീവ് ചാർജ്. എപ്പോഴാ പോസിറ്റീവ് ചാർജ് വരുന്നത്? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ. 3 പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ അവിടെ 3 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നത് 4s നിന്നാണ്. ഇതിപ്പോ തന്നെ തലേ കയറണം. 4s നിന്ന് ഇലക്ട്രോൺ പോയതിനു ശേഷം മാത്രമേ ഇലക്ട്രോൺസ് 3D പോവുകയുള്ളൂ. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് 4s 2 ഇലക്ട്രോണിനെ കളയാം. Fe3+ ആണ്, 3 ഇലക്ട്രോൺ പോയിട്ടുണ്ട് അല്ലെ. അപ്പൊ മൂന്നാമതായിട്ട് ഇലക്ട്രോൺ പോകുന്നത് 3D നിന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ Fe3+ അയോണിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2 2s2 2p6 3s2 3p6 3d5 എന്ന് വരും. ഇനി ഏതാണ് മറ്റൊരു ഓക്സിഡേഷൻ സ്റ്റേറ്റ്? ഏതാണ്? ഈ അയണിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. Fe+3 മാത്രമല്ല +2 കാണിക്കാറുണ്ട് അല്ലെ. Fe2+ അയണും ആകാറുണ്ട്. Fe2+ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. അപ്പൊ എവിടെ നിന്നാണ് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടത്? 3D നിന്നാണോ 4s നിന്നാണോ? 4s നിന്ന്. 4s നിന്ന് ഇലക്ട്രോൺ പോയതിനു ശേഷം മാത്രമേ 3D നിന്ന് പോകുകയുള്ളൂ. ഇപ്പൊ തന്നെ നിങ്ങളുടെ തലയിൽ അത് കയറട്ടെ. അപ്പൊ 4s ഇരിക്കുന്ന 2 ഇലക്ട്രോൺ മാത്രമാണ് ഇവിടെ പോയിട്ടുള്ളത്. 3D ഇലക്ട്രോൺ പോയിട്ടേ ഇല്ല. സോ 1s2 2s2 2p6 3s2 3p6 നോക്ക 3d6 എന്ന് വരും. ഓക്കെ ആണോ? സെറ്റ് ആണോ? ഇനി നോക്കിക്കോ, അയൺ ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ബൈ വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥ കാണിക്കുന്നു. എന്തുകൊണ്ടാ? അതിന്റെ ഉത്തരം ഇപ്പൊ തന്നെ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു അല്ലെ. നോക്കിക്കേ, എസിലെയും ഡിയിലെയും ഇലക്ട്രോൺസ് കെമിക്കൽ റിയാക്ഷൻസിൽ പങ്കെടുക്കും. ഇലക്ട്രോൺ ഫ്രം ബോത്ത് എസ് ആൻഡ് ഡി ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻസ് അല്ലെ. എസിലെയും ഡിയിലെയും ഇലക്ട്രോണുകൾ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ താഴെ കമന്റ് ചെയ്യാൻ ഒരു ചോദ്യം തരാം. മാംഗനീസ് അറ്റോമിക് നമ്പർ 25 ആണ് കേട്ടോ. നിങ്ങൾ ചെയ്യേണ്ടത് Mn2+ അയണിന്റേതും Mn7+ ഈ 2 അയണിന്റെയും ഇലക്ട്രോൺ കോൺഫിഗറേഷൻ താഴത്തെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ക്രിസ്മസ് പരീക്ഷ നമുക്ക് ഉഷാറാക്കണം. ഓൾ ദി ബെസ്റ്റ്.